മുസ്ലിം ഇസ്ലാം വിശ്വാസികളുടെ യോഗമല്ലിത്. എനിക്ക് തോന്നുന്നത്, എൻ്റെ കാഴ്ച ശരിയാണെങ്കിൽ താരതമ്യേന ചെറിയൊരളവിലെ ഇവിടെ സത്യവേദ വിശ്വാസത്തിന്റെ അനുഗാതാക്കളുള്ളൂ. ഏറെ പേരും പ്രയോഗം ശരിയല്ലെങ്കിൽ അമുസ്ലിം സ്വഭാവത്തിലുള്ളതാണ്. അമുസ്ലിം എന്ന പ്രയോഗം സൂക്ഷ്മാർത്ഥത്തിൽ ശരിയല്ലെന്ന് പറയും. ആ നിലയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതുമ ഓലുന്നതല്ല എന്ന് അറിയുന്നവർക്ക് തോന്നുന്നുവെങ്കിൽ എന്നോട് പൊറുക്കുക. ഞാൻ ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇവിടുന്ന് സംസാരിച്ചിറങ്ങുമ്പോഴേക്ക് പ്രവാചകനെക്കുറിച്ച് സാമാന്യമായി ഒരു ധാരണയുണ്ടാക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയുമെങ്കിൽ ഞാൻ ജയിച്ചു. അത്രയേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രവാചക ദർശനങ്ങളുടെ ആഴക്കയങ്ങളിൽ അഭിരമിക്കുവാനുള്ള ആഗ്രഹം എനിക്കില്ല. നേരെ മറിച്ച് സാമാന്യേന ചിലത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്റെ സുഹൃത്ത് ഹാരിസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തിനത് അറിയുന്നു എന്നൊരു ചോദ്യമുണ്ട്. അറിയുന്നത് സത്യത്തിൽ ആത്മപ്രയോജകമാണ് നമുക്ക് എന്ന് ഞാൻ ധരിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ കട്ടിയുള്ളതായി തോന്നെങ്കിൽ എന്നോട് പൊറുക്കണം. നിങ്ങൾക്കത് തോന്നില്ല, നിങ്ങൾ അധ്യാപകരാണ്. എന്തുകൊണ്ട് ഞാനിത് ആത്മപ്രയോജകം എന്ന് പറയുന്നു? ഹാരിസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക ജനപദത്തിന്റെ, മനുഷ്യവിഭാഗത്തിന്റെ, മതമണ്ഡലത്തിന്റെ, ജാതിവേദിയുടെ സങ്കുചിതമായ എന്തിന്റെയെങ്കിലും ആണെന്ന് ധരിക്കാതിരിക്കുക. പ്രാഥമികമായി മാനുഷികത്തിന്റെ മഹത്തായ സമ്പാദ്യങ്ങളിൽ അപ്രധാനമല്ലാത്ത ഒന്നാണിത് എന്ന് നാം ധരിക്കണം. അതറിയാൻ നാം ശ്രമിക്കുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അനവദ്യമായ ഒന്നായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം. അനവദ്യമായ ഒന്ന് നഷ്ടപ്പെടുന്നത് വല്ലാത്ത നഷ്ടമാണ്. പ്രവാചകൻ മുഹമ്മദ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വക്താവാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നത് വികലമായ ഒരു ധാരണയാണ്. ഞാൻ പിറന്നത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ്. ഞാൻ വളർന്നു വന്നത് ഒരു ഹൈന്ദവ അന്തരീക്ഷത്തിലാണ്. എന്റെ സ്വന്തക്കാരും അടുത്തവരുമൊക്കെ വലിയൊരു ശതമാനം ഹൈന്ദവരാണ്. പക്ഷേ ഞാൻ സൂക്ഷിച്ചൊരു വികാരമുണ്ട്. വിജ്ഞാനത്തോട്, ജ്ഞാനവിജ്ഞാനങ്ങളോട്, അറിവിന്റെ വേദിയോട് അകൽച്ച സൂക്ഷിക്കാതെ അറിവ് സമാർജിക്കുവാനുള്ള ഏറ്റവും വലിയൊരു സംസ്കാരം അതിന്റെ ചെറിയൊരളവിൽ ഞാൻ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്.